നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കഥകളി, ഓട്ടൻതുള്ളൽ തുടങ്ങിയ ക്ഷേത്രകലാരൂപങ്ങളെ ജനകീയമാക്കിയ കലാമണ്ഡലം മഹേന്ദ്രന്റെ 50ാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രിയപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ആദരവ് ഒരുക്കി. മഹേന്ദ്രം ഗായകൻ വി.ടി. മുരളി ഉദ്ഘാടനം ചെയ്തു. കഥകളി, ഓട്ടംതുള്ളൽ തുടങ്ങിയ ക്ഷേത്രകലാരൂപങ്ങളെ ജനകീയമാക്കിയ കലാമണ്ഡലം മഹേന്ദ്രന് സൗഹൃദങ്ങളുടെ ആദരവ്. കേരളത്തിനകത്തും പുറത്തുമായി 2000-ലധികം വേദികളിൽ പരിപാടി അവതരിപ്പിച്ച മഹേന്ദ്രന്റെ 50ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് മഹേന്ദ്രം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് കലാമണ്ഡലം മഹേന്ദ്രൻ. കേരളത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുള്ള ഗുരുനാഥൻ കൂടിയാണ്. മലയാള കലാനിലയത്തിൽ നടന്ന മഹേന്ദ്രം പരിപാടി വി.ടി. മുരളി ഉദ്ഘാടനം ചെയ്തു. ഒരു സ്വീകാര്യത ആലോചിക്കുന്നതാണ്. അത് വേണ്ടത്ര ഇപ്പോഴും കേരളത്തിലെ ഒരുപാട് കലാകാരന്മാർ നോക്കിയാൽ അറിയാം. പാലക്കാട് എന്ന് പേര് വെച്ചിട്ടുള്ള കുറെ കലാകാരന്മാരുണ്ട്, തൃപ്പൂണിത്തുറയായിട്ട് പേര് വെച്ചിട്ടുള്ള ആളുകളുണ്ട്, തിരുവനന്തപുരത്തുള്ള ആളുകളുണ്ട്. ഇവരുടെ പലരും അധിവസിക്കുന്നത്, അവർ താമസിക്കുന്നത് ചെന്നൈയിലൊക്കെയാണ്. പാലക്കാട് കെ.വി. നാരായണസ്വാമി എന്നൊരു വലിയ മഹാനായ സംഗീതമുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ചത് ചെന്നൈയിലാണ്. അതുപോലെ നിരവധിയാണ് പേര് മലയാളികളാണ് അവരൊക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവരെ സ്വീകരിക്കാവുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം, ഒരു സാംസ്കാരിക ഭൂമിക നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂത്തുപറമ്പ് നഗരസഭാ അധ്യക്ഷ വി. സുജാത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഒപ്പം കൂത്തുപറമ്പിലും പരിസര പ്രദേശത്തുമുള്ള ഒട്ടേറെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ഈ മലയാള കലാനിലയത്തിന് രൂപം കൊടുക്കാനും അതുവഴി നമ്മുടെ നാട്ടിലും സമീപ പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ സംഘപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും അത് കലോത്സവ വേദികളിൽ അടക്കം അവർക്ക് പ്രകടിപ്പിക്കാനും അംഗീകാരങ്ങളെ നേടിയെടുക്കാനുമുള്ള അവസരം ഒരുക്കി എന്നത് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. ഓട്ടംതുള്ളലിന്റെ കാര്യത്തിലായാലും കഥകളിയുടെ കാര്യത്തിലായാലും അതുപോലെ മലയാള കലാനിലയത്തിലെ എല്ലാ കലാരൂപങ്ങളും സംഗീതം ഉൾപ്പെടെ ഉപകരണ സംഗീതം ഉൾപ്പെടെ ചെണ്ട വാദ്യമടക്കം പരിശീലിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഏത് തരത്തിലുള്ള കലാപരമായ കഴിവുകളെയും പോഷിപ്പിക്കാൻ ഉള്ള അവസരം കൂത്തുപറമ്പിൽ ഒരുങ്ങി എന്നുള്ളത് അതിന് ഒരു നിമിത്തമായി മാറാൻ മഹേന്ദ്രന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കലാമണ്ഡലം പ്രഭാകരൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പവിത്രൻ കൂത്തുപറമ്പ് ഉപഹാര സമർപ്പണം നടത്തി. എം. കൃഷ്ണൻ, വിനോദ് നരോത്ത്, കെ. ഗീത, ഡോക്ടർ ടി.കെ. അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം മഹേന്ദ്രൻ മറുമൊഴി നടത്തി. വളരെ വലിയ പുരസ്കാരങ്ങളാവാം, അംഗീകാരങ്ങളാവാം, പരിഗണനകളാവാം, ഒപ്പം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന മഹത്തരത്തിന്റെ ഗണത്തിൽപ്പെടുന്ന അവഗണനകളും അപമാനങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ മഹത്തരത്തിന്റെ ലിസ്റ്റ് ഞാൻ പൂർത്തിയാക്കുന്നത്. ഇത് എൻ്റെ പ്രിയപ്പെട്ട കലാനിലയത്തിൻ്റെ പ്രവർത്തകരുടെയും കലാനിലയത്തിലെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളുടെയും വലിയൊരു താല്പര്യത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ്. എന്ന് വെച്ചാൽ ഈ 50ാമത് പിറന്നാൾ എന്നുള്ളത് ആഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു വർഷമായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. വളരെ യാദൃശികമായ ഒരു യാത്രയിൽ ഞാനും സജീഷും ഇങ്ങനെ പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന വേളയിലാണ് എടാ എനിക്ക് 50 വയസ്സായടാ എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ല, അപ്പം എന്നെ 50 ആയിട്ടില്ല, നമ്മൾ തന്നെ ചെയ്യാൻ വെച്ചു.
രാവിലെ പി രോഹിണിയും KP പത്മാവതിയും ചേർന്ന് നിലവിളക്ക് കൊളുത്തിയതോടെയാണ് മഹേന്ദ്രൻ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് എടയാർ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരിയും കലാമണ്ഡലം അജിത് കുമാറിന്റെ സോപാന സംഗീതവും ഡോക്ടർ സുമിത നായരുടെ മോഹിനിയാട്ടവും കലാമണ്ഡലം നിഖിലിന്റെ പറയൻ തുള്ളൽ, കണ്ണൂർ കൂവലയം കഥകളി ആസ്വാദന സഭയുടെ കഥകളി, ഷിബിന ഷനോജിന്റെ നൃത്താവിഷ്കാരം എന്നിവയ്ക്കൊപ്പം സൗഹൃദ സംഗമം, കുടുംബ സംഗമം, ഗുരുവന്ദനം തുടങ്ങിയ പരിപാടികളും നടന്നിരുന്നു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.